യെസ്. അപ്പോൾ നമ്മൾ നാളെ തൊട്ട് നമ്മുടെ HSSTയുടെ ജേണി ആരംഭിക്കുകയാണ്. നാളെ ഫസ്റ്റ് ക്ലാസ് ആണ്, അങ്കിത മാഡത്തിന്റെ ക്ലാസ് ആണ്. മിസ് അപ്ഡേറ്റ് ചെയ്യും. സോളിഡ് സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളത്തെ ടോപ്പിക്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പലർക്കും സംശയമുണ്ട്, എന്താണ് ഇത്രയും നേരത്തെ തുടങ്ങുന്നത്, ലിസ്റ്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു കുറെ പേർക്ക്. പക്ഷെ നമ്മൾ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഒരു കുറെ കുട്ടികൾ ടച്ച് വിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ട്, BEd കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ട്. സോ സഡൻലി കുറെ പേര് കാരണം നെറ്റ് കോച്ചിങ്, സെറ്റ് കോച്ചിങ്ങിലൊക്കെ കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് മാത്രമാണ് കറണ്ട് ആയിട്ട് കൂടുതലും ടച്ച് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാത്ത കേസ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം ആവശ്യമാണ്. അപ്പൊ നമ്മൾ സമയം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ എന്നാ ഇല്ല എന്നുള്ള രീതിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളത്. ഓക്കെ. സോ നമ്മൾ സ്ലോലി സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബേസിക്സിൽ നിന്ന് എടുത്ത് വരണം. നോർമലി ഞാൻ ഒരു 3 HSSTക്ക് കോച്ചിങ് എടുത്തിട്ടുണ്ട്. നോർമലി 3 കോച്ചിങ് എന്ന് പറയുമ്പോൾ 3 പരീക്ഷയുടെ കോച്ചിങ് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിൽ തോന്നിയിട്ടുള്ള ഒരു പോരായ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, അവര് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സെപ്റ്റംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ ആ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 months അല്ലെങ്കിൽ ഒരു 4 months കോഴ്സാണ്. 3 months ഉണ്ടാവുള്ളൂ നോർമലി. അവർ ബേസിസിലാണ് നമ്മൾ സാധാരണ കോച്ചിങ്ങിന് അങ്ങനെ പങ്കെടുക്കുന്നത്. ആ 3 മാസം കൊണ്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അത് എന്താ പറയാ, വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സമയത്ത് പോലും നമുക്കൊരു ക്രാഷ് പോലെ ചെയ്യാൻ പറ്റും, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും. അപ്പോ ആ ഒരു ടൈറ്റ് ഷെഡ്യൂൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു റിലാക്സ്ഡ് മോഡില് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. സോ നിങ്ങൾ ക്ലാസ് മിസ്സായാൽ പോലും നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. യു ക്യാൻ വ്യൂ ഇറ്റ് ഇൻ ആപ്പ്. നിങ്ങൾക്ക് ആപ്പിൽ അത് കാണാനായിട്ട് പറ്റും, റെക്കോർഡഡ് ക്ലാസ്. സോ റെക്കോർഡ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ച് ഒരിക്കലും ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു ദ ലൈവ് ക്ലാസ്സസ്. എപ്പോഴും അതിന് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം. നമ്മൾ തുടക്കത്തിൽ ക്ലാസ്സസ് വീക്കെൻഡുകളായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് എക്സാമിനേഷൻ്റെ ആ ഒരു ടൈം പീരീഡ് വരുന്നതനുസരിച്ച് നമ്മൾ ക്ലാസ്സസിൻ്റെ ഇത് കൂട്ടും. പക്ഷെ ഞങ്ങൾ ഗ്യാരണ്ടി തരാണ്, നിങ്ങൾ HSSTയുടെ പരീക്ഷ എത്തുമ്പോഴേക്കും ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോഴത്തെ കറന്റ് PSCയുടെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ PSC അല്ല, ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആണ്. നല്ല സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആണ്. അത് മാത്രമല്ല, നമുക്ക് ടൈം വളരെ കുറവാണ്. ടൈം വളരെ കുറവായിട്ടുള്ള ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ എഴുതണം. ആ ക്വസ്റ്റ്യൻസുകളെല്ലാം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു BSc പ്രീ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പോൾ PG ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ. അപ്പോ നിങ്ങൾക്കറിയാം MSc ടോപ്പിക്കാണ് HSSTയുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും എളുപ്പമായിരിക്കും എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. സോ നിങ്ങൾ ഫിസിക്കലും ഇനോർഗാനിക്കിന്റെ ഒക്കെ ഓരോ ക്ലാസ്സുകൾ കണ്ടിരുന്നു. ഇതിനൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ ഞാൻ എഴുതുന്നത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളട്ടെ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ്. എൻ്റെ ബോർഡ് കുറച്ച് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. കാണുന്നുണ്ടോ? ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയായിരിക്കും ഓർഗാനിക്, ഏത് രീതിയിലായിരിക്കും. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഇനി പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ്, നമുക്ക് PSCയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് നെറ്റിന്റെ പോലെ എന്താണ് ഇത്ര ശതമാനം ഇനോർഗാനിക്, ഇത്ര ശതമാനം ഓർഗാനിക്, ഇത്ര ശതമാനം ഫിസിക്കൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല ഇവരുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഒന്നുപോലും ഇടാൻ പറ്റത്തില്ല. അതായത് ഇനോർഗാനിക്കും ഓർഗാനിക്കും ഫിസിക്കലും നമുക്ക് എല്ലാം പഠിക്കേണ്ടതായിട്ട് വരും, സിലബസിലുള്ളതെല്ലാം. കാരണം ഇത് എങ്ങനെയാണ്, കാരണം ഈ ഇടുന്ന ഇതനുസരിച്ച് നെറ്റ് അങ്ങനെയല്ല. നെറ്റ് 33% ഇനോർഗാനിക് ഇടണമെന്ന് മസ്റ്റാണ്, 33% ഓർഗാനിക് ഇടണമെന്ന് മസ്റ്റാണ്, 33% ഫിസിക്കൽ ഇടണമെന്ന് മസ്റ്റാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് അവര് പേപ്പർ ഇടാൻ കൊടുക്കുന്നു, അവർ സെറ്റ് ചെയ്യുന്നു, ആ രീതിയിലാണ് വരുന്നത്. ഇപ്പോ കഴിഞ്ഞ ഒരു PSC എക്സാമിനേഷൻ MSCയുടെ ഓർഗാനിക്കിന് വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ SSST തോന്നുന്നു, തൊട്ട് മുന്നേ പേപ്പർ ഞാൻ കണ്ടിരുന്നു പറഞ്ഞു.
പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഇപ്രാവശ്യം കൂടുതൽ വരാം. അപ്പൊ അങ്ങനെ ഒരു പ്രഡിക്ഷൻ നമുക്ക് ഇമ്പോസിബിൾ ആണ് ഈ ഒരു കേസിൽ. അപ്പൊ നമുക്ക് എല്ലാം നോക്കി പോകേണ്ടതായ ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോ ഓർഗാനിക് കെമിസ്ട്രീനെ നമ്മൾ പഠിക്കേണ്ട രീതി ഞാൻ രീതി പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം, എന്നാലും ഇതൊരു ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് ആ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്, അതൊരു ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. മറന്നു പോകും നമ്മള്. പിന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് വെരി ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാക്കാതെ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കണം. ഓക്കെ, അതായത് ബൈ ഹാർട്ട് പഠിക്കലല്ല ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള IUPAC നോമൻക്ലേച്ചർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. IUPAC നോമൻക്ലേച്ചർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ഹിഡൻ ട്രാപ്പ് വരാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, IUPAC നോമൻക്ലേച്ചർ എന്തുകൊണ്ടാണ് നമ്മൾ IUPAC നോമൻക്ലേച്ചർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, സോ നമുക്ക് ഈ IUPAC നോമൻക്ലേച്ചർ നമുക്ക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഈ ടോപ്പിക്കും സ്റ്റീരിയോ കെമിസ്ട്രിയിലെ ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ നെയിം എന്തായാലും അറിഞ്ഞിരിക്കണം. ഞാൻ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് പറയണതാണ്. ദാറ്റ് ഈസ് RS-ഉം EZ-ഉം. അപ്പോ ഈ കേസിലും അതേപോലെ സ്പെക്ട്രോസ്കോപ്പിയിൽ ഇപ്പോ പ്രോട്ടോൺ NMR, C13 NMR, മാസ്, പിന്നെ അതേപോലെ IR. ഓക്കെ, അപ്പൊ ഈ കേസിൽ എല്ലാത്തിലും നമുക്ക് നെയിം, ചിലപ്പോൾ അവർ നെയിം ആയിരിക്കും തരാം. അപ്പൊ നമുക്ക് നെയിം എങ്ങാനും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ കുറെ പേർക്ക് അറിയാവുന്നാലും നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? IUPAC നോമൻക്ലേച്ചറിൽ നിന്നാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ കുറച്ച് സ്പീഡിലായിരിക്കും അത് പോകുന്നത്, എന്നാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം നോമൻക്ലേച്ചർ. അപ്പൊ ഇതിൽ നിങ്ങൾക്കൊരു 98% നിങ്ങൾ ചിലപ്പോൾ ആൻസർ ചെയ്യും. ഒരു 2% ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കുന്നത്. ആ 2% പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് 100% പറഞ്ഞു തരണം. എന്നാലാണ് നിങ്ങൾക്ക്, എനിക്ക് അറിയത്തില്ലല്ലോ നിങ്ങളുടെ ഏതാണ് 2% എന്നുള്ളത്. പലർക്കും പലതായിരിക്കും ആ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ നമ്മൾ ആ രീതിയിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? നോമൻക്ലേച്ചറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, ഇതിന്റെ നെയിം എനിക്കൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ജസ്റ്റ് കേട്ടോ, നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇയാളുടെ നെയിം ഒന്ന് പറഞ്ഞു തന്നെ. വാട്ട് ഈസ് ദ നെയിം, IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? അറിയാം ആലും 2,3,6 trimethyl heptane. Okay, 1. So 1, 2, 3, 4, 5, 6, 7. So 2, 3, 6 trimethyl heptane. കറക്റ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇയാളുടെ നെയിം ഒന്ന് പറഞ്ഞേ.
2,5,6 trimethyl octane. Okay, so 1, 2, 3, 4, 5, 6, 7, 8. So 2, 5, 6 trimethyl octane. Okay, correct ആണ്. Okay. Yes. Next one. Okay. ഒരു മിനിറ്റ് കേട്ടോ. Structure. ഓക്കെ, ഇയാളുടെ പേരൊന്ന് പറഞ്ഞേ. Two two six seven tetramethyl octane. Okay, so 1, 2, 3, 4, 5, 6, 7, 8. 2, 2, 6, 7 tetramethyl octane. So good, correct ആണ്. So next one. ഓക്കെ, ഇയാളുടെ പേരൊന്ന് പറഞ്ഞേ. Two five six trimethyl octane. ടു കറക്റ്റ് ആണോ? 2, 5, 6. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ട്രൈമീഥൈൽ ഒക്ടേൻ. ഓക്കെ, അപ്പോ ഇപ്പോ
ഇയാളുടെ പേരെന്തായിരിക്കും? One chloro 4,4-dimethyl cyclohexane. 1 chloro 4,4-dimethyl cyclohexane. എന്താ അങ്ങനെ പറഞ്ഞേ? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ അല്ലേ ലെസ് നമ്പർ കൊടുക്കേണ്ടത്? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബൺ ലെസ് നമ്പർ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനല്ലേ പ്രയോറിറ്റി? ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾ പറയണത് ഇതാട്ടോ. ഒന്ന് പറഞ്ഞത് ഞാനൊന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങളെ ചെയ്യാനല്ല, ഞാൻ ആ ഒരു തെറ്റ് വരാൻ സാധ്യതയുള്ള കാര്യം പറയുന്നതാണ്. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ്, പിന്നെ ഏതാ പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ആൽഫബറ്റിക് ഓർഡർ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ആൽഫബറ്റിക്കൽ ഓർഡർ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങള് ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് എന്താണ് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 98% നിങ്ങൾ ഉത്തരം ശരിയാക്കും, 2% നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ അകത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് റോങ് ആണ് നമ്പറിങ്. ഇതിന്റെ കറക്റ്റ് നമ്പറിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇവിടെയാണ് വരിക, 2, 3, 4, 5, 6. So correct numbering is 4 chloro 1,1 dimethyl cyclohexane ആണ് കറക്റ്റ് നമ്പറിങ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ആദ്യമേ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നോമൻക്ലേച്ചറിൽ IUPAC പറഞ്ഞിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മൾ ആ റൂൾസുകളൊക്കെ പറയും. ആക്ച്വലി ഇതിന്റെ അകത്ത് നോമൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല. ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? ദർ ഈസ് നോ ഫങ്ഷണൽ ഗ്രൂപ്പ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. ക്ലോറിൻ ഈസ് എ സബ്സ്റ്റിറ്റ്യൂവൻ. ഞാൻ പറഞ്ഞത് അക്കോർഡിംഗ് ടു IU നോമൻക്ലേച്ചറിന്റെ കേസാട്ടോ. നോമൻക്ലേച്ചറിന്റെ റൂളാ പറഞ്ഞ ക്ലോറിൻ നമ്മൾ സാധാരണ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയും, ആൽക്കൈൽ ഹാലൈഡ്. പക്ഷെ നോമൻക്ലേച്ചറിൽ ക്ലോറിൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലോറിൻ എപ്പോഴും നെയിമിന്റെ ഫ്രണ്ടിലാണ് വരാ. നിങ്ങൾ IUPAC നെയിമിംഗ് എടുത്ത് നോക്കിക്കോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ +2 ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് എന്നല്ലേ ചാപ്റ്ററിന്റെ പേര് അല്ലേ? ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ കോമൺ നെയിം ആണ്. ഹാലോ ആൽക്കെയിൻ ആണ് IUPAC നെയിം എന്ന് പറയുന്നത്. ക്ലോറിൻ ഈസ് എ സബ്സ്റ്റിറ്റ്യൂവന്റ്. സോ സബ്സ്റ്റിറ്റ്യൂവൻസുകൾ മാത്രം വന്നു കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡറിന് മുന്നേ, ആൽഫബറ്റിക്കൽ ഓർഡർ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷൻ സെയിം ആവുമ്പോഴാണ്. ഇപ്പൊ ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നതെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഒരു മീഥൈലും ഉള്ളൂ, ഇവിടെ ഒരു ക്ലോറിൻ, ഇങ്ങനെ വന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്പറിങ് ഇങ്ങനെ ചെയ്യാം. ദാറ്റ് ഈസ് 1, 2, 3, 4, 5, 6. ഇതാണ് കറക്റ്റ്. ദാറ്റ് ഈസ് 1 ക്ലോറോ 4 മീഥൈൽ 1 ക്ലോറോ 4 മീഥൈൽ സൈക്ലോഹെക്സെയിൻ. അപ്പൊ എന്തുകൊണ്ടാണ് മുകളിലെ ഞാൻ ആ നമ്പറിങ് എടുക്കാൻ കാരണം? ഇത് ഓക്കെ, അതായത് മീഥൈലും അതേപോലെ തന്നെ ക്ലോറിനും സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. മീഥൈലും ക്ലോറിനും സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. സെയിം ലോക്കന്റ് ആണ്. നമ്മൾ നോക്കുമ്പോൾ ലോക്കന്റ് എന്ന് പറഞ്ഞ പൊസിഷൻ. ഇപ്പൊ ഒരു കുട്ടിക്ക് മീഥൈലിൽ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ മീഥൈലിൽ നിന്ന് നമ്പർ ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് വരാം. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് 1, 4ലാണ് ലോക്കൻസ് വരുന്നത്. 1, 4 അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുന്നത്. സോ മുകളിൽ എന്താ സംഭവിച്ചേ?
നിങ്ങൾക്ക് എന്താ തോന്നണേ? ലോക്കൻസിന്റെ പൊസിഷൻ സെയിം ആണോ? അല്ല, സെയിം അല്ലല്ലോ. നിങ്ങൾ നോക്കി എങ്ങനെ ലോക്കൽ പൊസിഷൻ എങ്ങനെ വരണേ? സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷൻ എങ്ങനെ വരണേ? ഒരു ഓപ്ഷൻ 1,1,4 ആണ്, മറ്റേ ഓപ്ഷനോ 1,4,4 ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തേ? ലോവസ്റ്റ് സം ആണോ? എന്തുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തേ? ആ, ലോവസ്റ്റ് സം സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ പൊസിഷൻ. എന്തുകൊണ്ടാണ് എങ്ങനെ വരുന്നത്? ലോവസ്റ്റ് സം എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യണോ? സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പൊസിഷൻ നമ്മൾ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ലോവസ്റ്റ് നമ്പർ ഏതാ വരുന്നത് ആ രീതിയിൽ എടുക്കുന്നതാണോ? ഓക്കെ, ആ ഇനി അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു അത് ലോവസ്റ്റ് സം റൂൾ ഇപ്പൊ വാലിഡ് അല്ല IUPAC കേട്ടോ. ലോവസ്റ്റ് സം റൂൾ ഇപ്പോ IUPAC വാലിഡ് അല്ല. അതായത് നിങ്ങൾ ഒരിക്കലും കൂട്ടേണ്ട കാര്യമില്ല. 4 1 5 1 6 4 4 8 1 9 ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദേ 1 സെയിം ലോക്കന്റ് ആണ്. 1 4 പോയി. മനസ്സിലായോ? ആര് വിൻ ചെയ്തു? ദിസ് വൺ. സോ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ലോവസ്റ്റ് നമ്പർ റൂൾ എന്നാണ്. എന്താ റൂളിന്റെ പേര്? ലോവസ്റ്റ് നമ്പർ റൂൾ. ഒരാൾ അവിടെ പറഞ്ഞിരുന്നു ലോവസ്റ്റ് ലോക്ക് ആൻഡ് റൂൾ എന്നുള്ളത്. ലോവസ്റ്റ് നമ്പർ റൂൾ, ആ ലോവസ്റ്റ് നമ്പർ റൂൾ ആണ് ഇപ്പൊ IUPAC വാലിഡ് ആയിട്ടുള്ളത്. വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ തെറ്റിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സബ്സ്റ്റിറ്റ്യൂവൻസുകൾ വരുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോൾ നമുക്ക് പൊസിഷൻസ് രണ്ട് സൈഡിൽ നിന്നും ചിലപ്പോൾ നോക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിൽ ലോവസ്റ്റ് നമ്പർ റൂൾ കൊടുക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിന് തന്നെയാണ്, അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പിന് ഇപ്പൊ നിങ്ങൾ ഈ ക്ലോറിന്റെ സ്ഥാനത്ത് ഇവിടെ OH ആണെന്ന് വിചാരിക്കുക. ഇതെല്ലാം OH ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോവസ്റ്റ് നമ്പർ റൂൾ നമ്മൾ OH കൊടുക്കും, വേറെ ഒന്നും നോക്കില്ല. പിന്നെ 1 2 3 4 5 6 അങ്ങനെയാണ് പോവുക. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഓൺ ദ വേയിൽ IUPAC നെയിമിംഗ് നല്ല രസമാണ്. നമ്മൾ ആ ഒരു ഒരിക്കലും നിങ്ങൾ റൂൾസ് വായിച്ച് പഠിക്കരുത് കേട്ടോ. ഒരിക്കലും റൂൾസ് നമ്മൾ പഠിക്കേണ്ട ഒരു ഓർഗാനിക് പഠിക്കേണ്ട ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് നമുക്ക് വായിക്കാം. പക്ഷെ ആദ്യം തന്നെ റൂൾസ് വായിക്കൊന്നും വേണ്ട, പ്രോബ്ലം എടുക്കാം. ആ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന ആ റൂള് വായിക്കുമ്പോൾ അതിന്റെ അടിയിൽ പ്രോബ്ലം ഉണ്ടാവും. ആദ്യം പ്രോബ്ലം എടുക്കുക, എന്നിട്ട് നിങ്ങൾ ആ പ്രോബ്ലത്തിൽ എന്താണ് വന്നെന്ന് നോക്കുക, എന്നിട്ട് പോയി റൂൾ വായിക്കുക. ബെറ്റർ അതായിരിക്കും. റൂൾസ് ഭയങ്കര അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കത് ഒരു കൺഫ്യൂസിങ് ആയിട്ടൊക്കെ അത് അതിന്റെ അകത്ത് വരും. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ നെയിമിംഗിൽ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ 98% നിങ്ങൾ ആൻസർ ചെയ്യും, യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ 2% നിങ്ങൾക്ക് ചെറിയ ഒരു കൺഫ്യൂഷൻ വരും. ആൻസർ ഇല്ല എന്നല്ല, യു വിൽ ആൻസർ ബട്ട് കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷനാണ് അവർ മുതലെടുക്കുന്നത് പരീക്ഷയ്ക്ക്. ആ 2% നമ്മൾ തെറ്റിക്കാൻ സാധ്യത കൂടുതലാണ് അവർക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ സ്പീഡ് കൂടുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് നോമൻക്ലേച്ചറിൽ അവര് ചിലപ്പോൾ നമ്മളെ ടാർഗറ്റ് ചെയ്യും. അപ്പൊ അതൊന്ന് ഓക്കെ, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ? അപ്പൊ നിങ്ങൾ നോക്കേ, ജസ്റ്റ് ഞാനൊരു ഇതിനെ ചെയ്യുന്നതാണ്. ഇപ്പോ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ദെൻ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ദെൻ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഏതായിരിക്കും നമ്മുടെ ചെയിൻ? ഞാൻ ചെയിൻ മാർക്ക് ചെയ്യാം. യെല്ലോയില് ഞാൻ ഒരു ചെയിൻ മാർക്ക് ചെയ്യാം. 1 മിനിറ്റ്. ഓക്കെ, ജസ്റ്റ്
ഇങ്ങനെ ഒരു ചെയിൻ മാർക്ക് ചെയ്യാം. ദെൻ പിങ്കില് ഞാനൊരു ചെയിൻ മാർക്ക് ചെയ്യാം. ഏതായിരിക്കും ചെയിൻ വരാൻ സാധ്യത? ഇനി വല്ല ചെയിൻ, ഇനി ഒരു ചെയിനും കൂടി ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ചെയിനും കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, ഏതായിരിക്കും? പിങ്ക്. എന്തുകൊണ്ടാണ് പിങ്ക് എടുത്തത്? ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ ആയതുകൊണ്ട് പിങ്ക് എടുത്തു അല്ലേ? ഓക്കെ, എനിക്ക് അതറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, വേറൊന്നല്ല, അത് ഞാനത് സംഭവം ശരിക്ക് രണ്ടും ഒരേപോലെ വരയ്ക്കേണ്ടതായിരുന്നു. എനിക്ക് തെറ്റി പറ്റിയതാണ്. പിന്നെ ഓക്കെ, ശരിക്കും രണ്ടും ഒരു ഡബിൾ ബോണ്ടിനെക്കാളും ചെറുതായി പോയി, അതുണ്ടായത്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഡബിൾ ബോണ്ടിന് ട്രിപ്പിൾ ബോണ്ടിനേക്കാളും പ്രയോറിറ്റി ഇല്ല കേട്ടോ. ഒരിക്കലും ഡബിൾ ബോണ്ടിന് ട്രിപ്പിൾ ബോണ്ടിനേക്കാളും പ്രയോറിറ്റി ഇല്ല. രണ്ടിന്റെയും പൊസിഷൻ സെയിം ആയിട്ട് വരുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചിട്ട് ഡബിൾ ബോണ്ട് ഇയിലായതുകൊണ്ട് ഡബിൾ ബോണ്ടിന് ട്രിപ്പിൾ ബോണ്ടിനേക്കാളും പ്രയോറിറ്റി വരുന്നതാണ്. എപ്പോഴും ബുക്കുകളിൽ എപ്പോഴും അവര് ഡബിൾ ബോണ്ട് ഗ്രേറ്റർ ദാൻ ട്രിപ്പിൾ ബോണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ആൽഫബറ്റിക്കൽ ഓർഡറിന്റെ ബേസിസിലാണ്. നമ്മളെ പറ്റിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിങ്ക് ആണ് ലോങ്സ്റ്റ് ചെയിൻ. കാരണം ഇവിടെ ട്രിപ്പിൾ ബോണ്ടും അവർ പറയുന്ന കാര്യം ഇതാണ്, ഒരു മൾട്ടിപ്പിൾ ബോണ്ടഡ് സിസ്റ്റംസ് ആണ് വരുന്നതെങ്കിൽ, ഒരു മൾട്ടിപ്പിൾ ബോണ്ടഡ് സിസ്റ്റംസ് വരാണെങ്കിൽ യു ഹാവ് ടു സെലക്ട് ദ ചെയിൻ വിച്ച് കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്സ് എന്ന് പറയണേ, IUPAC പറയണേ. അതായത് നിങ്ങൾ എടുക്കേണ്ട ചെയിനിൽ മാക്സിമം നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ടായിരിക്കണം. അത് ഡബിൾ ബോണ്ട് ആവാം, ട്രിപ്പിൾ ബോണ്ട് ആവാം. മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് ടിപ്പുകൾ, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ നമുക്ക് അറിയേണ്ടതുണ്ട് ഈ ഇതിന്റെ അകത്ത്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ആ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന, ഇപ്പൊ ഇതേപോലെ പറഞ്ഞില്ലേ ഡബിൾ ബോണ്ടിനാണ് പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത്, കൺഫ്യൂഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അത് റെഡില് നിങ്ങൾ കോച്ചിങ്ങിന്റെ സമയത്ത് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ പിന്നീട് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞത് നോമൻക്ലേച്ചറിന്റെ ഒരു ചെറിയൊരു ഇത് നിങ്ങൾക്ക് ഇതിൽ തന്നെ നമുക്ക് വരുന്ന ഒരു കാര്യങ്ങള് മനസ്സിലായി. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനി പഠിക്കും. അതേപോലെ ഈ ഇതിന്റെ കേസിൽ ഇനി ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം. ഇനി ഞാൻ ഈ ഓർഗാനിക്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ പഠിക്കേണ്ട പാറ്റേൺ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആദ്യം നിങ്ങൾ നോമൻക്ലേച്ചർ IUPAC പഠിക്കണം. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഓർഗാനിക് പഠിക്കാനായിട്ട് IUPAC. കാരണം നമുക്കൊരു പേരറിഞ്ഞാലേ കാര്യമുള്ളൂ. നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ ഫർദർ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡി എന്നൊക്കെ വെച്ച് വിളിക്കേണ്ടി വരും. അല്ലാതെ കറക്റ്റ് പേര് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഷൂ എന്നൊക്കെ വിളിക്കുക. അതേപോലെ ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ പേര് നന്നായിട്ട് ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ അത് കുറച്ച് സമയം, ഒരു ദിവസം കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് പേരുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ, വായിക്കേണ്ട ചാപ്റ്റർ, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ചാപ്റ്റർ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആണ്. വളരെ വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ. കാരണം ഈ ചാപ്റ്റർ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ കാണുന്ന കൺസെപ്റ്റുകൾ, GOCയിൽ നമ്മൾ കാണുന്ന കൺസെപ്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമ്മൾ ഒരു റിയാക്ഷൻ എന്താണെന്ന് കാണും. രണ്ടാമത് റിയാക്ഷന്റെ പാത്ത് നമ്മൾ എങ്ങനെയാണെന്ന് കാണും. അത് കൺസേർട്ടഡ് ആണോ, നോൺ കൺസേർട്ടഡ് ആണോ, അങ്ങനെ അത്. പിന്നെ പ്രൊഡക്റ്റിന്റെ നേച്ചർ നമ്മൾ കാണും. അത് കൈനറ്റിക് ആണോ, തെർമോഡൈനാമിക് ആണോ എന്നുള്ളത്. പിന്നെ നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്താണെന്ന് കാണും, ഇലക്ട്രോഫൈൽ എന്താണെന്ന് കാണും. കാരണം ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് ഡീൽ ചെയ്യണത് ഇവന്മാരെ വെച്ചിട്ടാണ്, ഈ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഇലക്ട്രോണിക് ഇഫക്ട്സ് കാണും. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ റിയാക്ഷൻസും ഈ ഇലക്ട്രോണിക് ഇഫക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണും, ഹൈപ്പർ കോൺജുഗേഷൻ കാണും,
റെസണൻസ് കാണും, ഇലക്ട്രോമെറിക് കാണും, സ്റ്റെറിക് കാണും. അങ്ങനത്തെ ഇഫക്റ്റുകളൊക്കെ നമ്മൾ ആ സ്ഥലത്താണ് കാണുന്നത്, ഇലക്ട്രോണിക് ഇഫക്ട്സുകൾ. അതിനുശേഷം നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻസുകൾ കാണും. ജിഒസിയിലെ അപ്ലിക്കേഷൻസിൽ നമ്മൾ ആസിഡിക് സ്ട്രെങ്ത് കാണും, ബേസിക് സ്ട്രെങ്ത് കാണും, സ്റ്റെബിലിറ്റികൾ കാണും. സ്റ്റെബിലിറ്റി ഇപ്പൊ കാർബോകാറ്റയോൺ, കാർബാനയോൺ, ഫ്രീ റാഡിക്കൽ, കാർബീൻസ്, അങ്ങനെ സ്റ്റെബിലിറ്റീസ് കാണും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത് ആൽക്കീൻസിന്റെ സ്റ്റെബിലിറ്റി കാണും. അതിനോട് ബന്ധപ്പെട്ട് ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ കാണും, പിന്നെ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ കാണും. പിന്നെ നമ്മൾ ജിഒസിയിൽ ആസിഡിക് സ്ട്രെങ്ത്, ബേസിക് സ്ട്രെങ്ത് ഒക്കെ പറയും. അരോമാറ്റിസിറ്റി കാണും. അരോമാറ്റിസിറ്റി എന്ന് പറയുന്നത് ശരിക്കും ജിഒസിയിലെ കണക്റ്റഡ് ടോപ്പിക് ആണ് അരോമാറ്റിസിറ്റി എന്ന് പറയും. അപ്പൊ അങ്ങനെ കുറെ നമ്മൾ ജിഒസി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ കാണും ഫർദർ ആയിട്ടുള്ള ഒരു ഇതിലോട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ. അപ്പൊ ജിഒസി എന്ന് പറയുന്ന ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ജിഒസി ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അസിഡിക് സ്ട്രെങ്ത്, ബേസിക് സ്ട്രെങ്ത് ഒരു 100% ചോദിക്കും പരീക്ഷയ്ക്ക്. അത് ഈവൻ നെറ്റ് ആണെങ്കിലും ഗേറ്റ് ആണെങ്കിലും നെറ്റിന് വരെ വളരെ ക്രൂഷ്യൽ ആയിട്ട് വരുന്നില്ല. ഏത് എക്സാം ആണ് നിങ്ങൾ നോക്കുക, കാരണം അത് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഈ അസിഡിക് സ്ട്രെങ്ത്, ബേസിക് സ്ട്രെങ്തും. പൊളാരിറ്റി, നമ്മൾ പൊളാരിറ്റി കാണും. ജിഒസിയിലെ പൊളാരിറ്റിനെ കുറിച്ച് കാണും. നിങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം പൊളാരിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രിയിൽ. സോ പൊളാരിറ്റി കാണും. ഡൈപോൾ, അതിനോട് കണക്ട് ചെയ്ത് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. പിന്നെ ഹൈഡ്രജൻ ബോണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏതിൽ കാണുന്നത്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന സെക്ഷനിൽ കാണുന്നത്. അപ്പൊ ഈ ജിഒസി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് വരുമ്പോൾ അത് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനായിട്ട് അടുത്ത വേ എന്ന് പറഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയിൽ പോകേണ്ട ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീരിയോ കെമിസ്ട്രിയാണ്. സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ സ്റ്റീരിയോ കെമിസ്ട്രി തന്നെ 2 ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഓർഗാനിക്കിൽ പഠിക്കേണ്ടത്. ഒന്ന് സ്റ്റാറ്റിക് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയും, 2 ഡൈനാമിക് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയും. സ്റ്റാറ്റിക് സ്റ്റീരിയോ കെമിസ്ട്രിയും ഡൈനാമിക് സ്റ്റീരിയോ കെമിസ്ട്രി അത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ആ 2 പാർട്ടായിട്ട് നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിനെ ഡിവൈഡ് ചെയ്യും, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. ഡൈനാമിക്കിലാണ് നമ്മൾ റിയാക്ഷൻസുകൾ കാണുന്നത്, സ്റ്റീരിയോ കെമിസ്ട്രി ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസുകളൊക്കെ കാണുന്നത് ഡൈനാമിക് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ. സ്റ്റാറ്റിക്കിൽ നമ്മൾ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി ഇപ്പോൾ ഡൈഹീഡ്രൽ ആംഗിൾ എന്താണ്, അതേപോലെ ഫിഷർ പ്രൊജക്ഷൻ എന്താണ്, പിന്നെ ന്യൂമാൻ പ്രൊജക്ഷൻ എന്താണ്, പിന്നെ സോഹോൾസ് മോഡൽ എന്താണ്, പെർസ്പെക്റ്റീവ് ഫോം എന്താണ്, പെർസ്പെക്റ്റീവ് ആർ എന്താണ്, എസ് എന്താണ്, ഇ എന്താണ്, സെഡ് എന്താണ്, സ്മോൾ ഡി എന്താണ്, സ്മോൾ എൽ എന്താണ്, ക്യാപിറ്റൽ ഡി എന്താണ്, ക്യാപിറ്റൽ എൽ എന്താണ്, സിൻ എന്താണ്, ആന്റി എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ എപ്പിമർ എന്താണ്, ഡയാസ്റ്റീരിയോമർ എന്താണ്, എനാൻഷ്യോമർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങനെ പോവത്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണ്, പിന്നെ ഏതൊക്കെ കോമ്പൗണ്ട്സ് ജോമെട്രിക്കൽ ഐസോമറിസം എന്താണ്, ഒപ്റ്റിക്കൽ ഐസോമറിസം എന്താണ്, പിന്നെ ടോപ്പിസിറ്റി എന്താണ്, അങ്ങനെ പോകും സ്റ്റാറ്റിക് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ടോപ്പിക്. അങ്ങനെ അതിനെ കുറിച്ച് പോകും. ഡൈനാമിക് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ റിയാക്ഷൻസുകളാണ്. ഒരു റിയാക്ഷൻ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, റിയാക്ഷൻസുകൾ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ അവസാനിക്കുന്ന റിയാക്ഷൻസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. എപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ എന്താ പറയുക റിയാക്ഷൻസുകളൊക്കെ ചെയ്തു വന്ന് ലാസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നു, ഏത് വരുന്നുള്ളത്, എ വരൂ, സി വരൂ, ബി വരൂ, ഡി വരും, ആ ഒരു കൺഫ്യൂഷൻ വരും. അതാണ് ഡൈനാമിക് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ പറയുന്നത്. ഇപ്പോ ഈ എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, അഡീഷൻ, ക്രാംസ് റൂള്, ഫെലിക്കിൻ ഹാൻസ് മോഡല്, അങ്ങനെ പോവും ഡൈനാമിക് സ്റ്റീരിയോ കെമിസ്ട്രി. അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന പാർട്ട് 2 സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റീരിയോ കെമിസ്ട്രിയിൽ കഴിഞ്ഞ പിന്നെ അതിനോട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് കൺഫോർമേഷണൽ അനാലിസിസ് എന്നൊക്കെ പറയും. കൺഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ സാധാരണ എന്താ പറയുക, കാർബൺ സിംഗിൾ ബോണ്ട് സിസ്റ്റവും അതേപോലെ തന്നെ സൈക്ലോഹെക്സൈൻ മോഡലും, ഇതാണ് കംപ്ലീറ്റ് ഈ കൺഫോർമേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്, കൺഫോർമേഷണൽ അനാലിസിസിൽ വരുന്നത് ഇത്. ഓക്കെ, പിന്നെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞ റിയാക്ഷൻ മെക്കാനിസം ആണ്. 4 ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻസുകളാണ് ഈ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം 4 റിയാക്ഷൻസ്. ഏതൊക്കെ 4 റിയാക്ഷൻസ്? ഒന്ന് ഏതാ? അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, റീഅറേഞ്ച്മെന്റ്. യെസ്, പിന്നെ എലിമിനേഷൻ, പിന്നെ റീഅറേഞ്ച്മെന്റ്. ഈ 4 റിയാക്ഷൻസുകളാണ് റിയാക്ഷൻ മെക്കാനിസത്തിൽ പറയുന്നത്. ഈ റിയാക്ഷൻ മെക്കാനിസം കൂടി കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ കാണുന്ന ചാപ്റ്റേഴ്സ് എല്ലാം
ഇതിനോട് പിന്നെ ഇതെല്ലാം കൂടി അപ്ലൈ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് റിയേജൻസ് എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു എന്താ പറയുക 60-70% തീർന്നു. ബാക്കിയുള്ളതെല്ലാം ഇതിനോട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്, വേറെ ഒന്നുമല്ല. ബാക്കിയൊക്കെ ഈ ചാപ്റ്റേഴ്സിനോട് കണക്ട്. അപ്പൊ ഇത് 4 നല്ല രീതിയിൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് ചാപ്റ്റർ വായിച്ചാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഇതിന് വേറിട്ട് നിൽക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പെരിസൈക്ലിക് ആണ്. പക്ഷെ അതും നമുക്ക് ഈ ചാപ്റ്റേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞ്, പ്രത്യേകിച്ച് GOC, സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ എന്തായാലും മനസ്സിലാക്കണം. പെരിസൈക്ലിക്കിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി അറിയണമെങ്കിൽ തന്നെ പെരിസൈക്ലിക് റിയാക്ഷൻ. അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ മസ്റ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു ചാപ്റ്റർ ആണ്. എന്നാലേ പെരിസൈക്ലിക് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമുക്കിതിന് ടൈം വളരെ മസ്റ്റ് ആണ്. കാരണം ഇത് ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ടൈം ആവശ്യമുണ്ട്. അല്ലാതെ നിങ്ങൾ നോർമലി ഇപ്പൊ എല്ലാവരും പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ GOC ബേസിക്സ് ഒക്കെ വായിക്കൂ എന്ന് പറയും. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ ബേസിക്സ് ഒക്കെ വായിക്കൂ, ബാക്കി എന്നിട്ട് അഡ്വാൻസ് ചെയ്ത് തുടങ്ങും. ഒരു കാര്യമില്ല, നമ്മളിങ്ങനെ കേട്ടിരിക്കുന്നല്ലാണ്ട് പിന്നെ ബോറടിക്കും, പിന്നെ ആകെ ഇതാവും നമ്മളാണ്. പക്ഷെ നമ്മൾ ആ ബേസിക്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞ ഈ 4 ചാപ്റ്റർ. പിന്നെ നമുക്ക് പെരിസൈക്ലിക് റിയാക്ഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ പിന്നെ ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ ഫോട്ടോ കെമിസ്ട്രി ഉണ്ടാവും, സ്പെക്ട്രോസ്കോപ്പി ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് കിട്ടും വളരെ ഈസി ആയിട്ട്. റിയേജൻസ് ഉണ്ടാവും, ഹെട്രോസൈക്ലിക്സ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നെയിം റിയാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, എക്സെട്ര. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ചാപ്റ്റേഴ്സുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഞാൻ ഓർഗാനിക് പഠിക്കേണ്ട ഒരു പാറ്റേൺ പറഞ്ഞതാണ്. ഓർഗാനിക്കിന് നമുക്ക് നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഓർഗാനിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജെറി മാർച്ചോ അല്ലെങ്കിൽ ക്ലൈഡനോ അതല്ലെങ്കിൽ മോറിസൺ ആൻഡ് ബോയ്ഡോ ഇനി അതല്ലെങ്കിൽ വീനാറോ കാരിയൻ സെൻബർഗോ നിങ്ങൾ ഇതൊക്കെ വായിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ചിലപ്പോ ഒരു 3 hours എടുത്ത് വായിക്കേണ്ടത് നിങ്ങളൊരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു 1 hourനുള്ളിൽ നിങ്ങൾക്ക് അത് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. അതാണ് നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ടൈം എടുക്കും. ഈ ഓർഗാനിക്കിന്റെ കേസിൽ ഓർഗാനിക് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ഇത് പറയുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഇന്ന് GOCയുടെ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയാ സിലബസിൽ CSIR ക്വസ്റ്റ്യൻ നോക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ ഓപ്ഷൻ കണ്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, അന്ന് കിടക്കട്ടെ, ഇനി എന്തായാലും കണ്ടതല്ലേ. ഓക്കെ, ഇതിന്റെ അകത്ത് അവർ ചോദിക്കുന്നുണ്ട് കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി. കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? യെസ്, കണ്ടു. ഓക്കെ, ഞാനത് കുട്ടികൾക്ക് വേണ്ടിയിട്ടേ സോർട്ട് ചെയ്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ സോർട്ട് ചെയ്ത് ഇതാണ്. അപ്പൊ അതില് കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് കേട്ടോ. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുന്നത്? നിങ്ങൾ ഉത്തരം നിങ്ങൾ നോക്കിയില്ല എന്ന് വിചാരിക്കുക, ഉത്തരം കണ്ടു. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് എന്താ തോന്നണേ? ഞാൻ നിങ്ങളുടെ വ്യൂ പോയിന്റ് പറയാനാട്ടോ. ഓപ്ഷൻ സി തെറ്റാണെന്ന് വിചാരിക്കേ. ഓപ്ഷൻ സി തെറ്റാണ് ഞാനത് എന്ന് വിചാരിക്കേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് എന്ത് ഉത്തരാണ് തോന്നുന്നത് എന്നുള്ളത്. ഇനിയിപ്പോ എന്തായാലും നമ്മൾ ഓപ്ഷൻ സിയിലോട്ട് തന്നെ പോകില്ലേ? ഓക്കെ, ഇനി അങ്ങനെ ഓക്കെ, എന്തായിരിക്കും റീസൺ എന്ന് അറിയോ? ഞാൻ അവനെ മാത്രം സെലക്ട് ചെയ്യേ. ക്വസ്റ്റ്യൻ ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഓർഡർ എന്താ പറഞ്ഞേ? ഓർഡർ എന്ന് പറയുന്നത് B ആണ്, പിന്നെ A ആണ്, പിന്നെ C ആണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഈ ഓർഡർ കറക്റ്റ് ആണ്? ഈ ഓർഡർ കറക്റ്റ് ആണോ? പറഞ്ഞോ, നിങ്ങളുടെ വ്യൂ പോയിന്റ് പറഞ്ഞോ. എനിക്ക് നിങ്ങളുടെ ആ വ്യൂ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാ നമ്മൾ ചിന്തിക്കുന്ന വ്യൂ പോയിന്റും
കറക്റ്റ് വ്യൂ പോയിന്റും. അത് നിങ്ങൾക്കൊന്ന് ടാലിപ്പിച്ച് വരാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമല്ല. ഞാൻ GOCയുടെ ആ ഒരു പവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. 5 മെമ്പേർഡ് റിംഗിൽ വരുന്ന ആനിയോണ് മോർ സ്റ്റേബിൾ ആയതുകൊണ്ടാണോ? അതെന്താ 5 മെമ്പേർഡ് റിംഗിന് മാത്രം അങ്ങനെ വരണത്? ഓക്കെ, നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാല് ഞാൻ ഓർഗാനിക്കിന്റെ ഒരു ഇത് പറയുന്ന കേട്ടോ. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞ ആസിഡിക് സ്ട്രെങ്ത് ആണ് കേട്ടോ. ഇതാണ് ചോദ്യം. ഓക്കെ, ആസിഡിക് സ്ട്രെങ്ത് ആണ് ചോദ്യം. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന ഒരു കാര്യം, വാട്ട് ഈസ് ആൻ ആസിഡ്? എന്താണ് ആസിഡ്? ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ്, അല്ലെ, നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമല്ലേ, വിച്ച് ഡൊണേറ്റ് പ്രോട്ടോൺ. ഇതാണല്ലേ ആസിഡ്. അതായത് AH എന്ന് പറയുന്നത് ഒരു ആസിഡ് ആയിട്ട് ബിഹേവ് ചെയ്യണമെങ്കിൽ Hന് വിട്ടുകൊടുക്കണം. ആര് വിട്ടുകൊടുക്കണം? A വിട്ടുകൊടുക്കണം. അങ്ങനെ A വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആള് നമ്മൾ എന്താ പേര് വിളിക്കുക? കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, കോൺജുഗേറ്റ് ബേസ്. പക്ഷെ അത് ഞാൻ പറഞ്ഞുതരാം. കോൺജുഗേറ്റ് ബേസ്, ഈ കോൺജുഗേറ്റ് ബേസ് എത്രത്തോളം സ്റ്റേബിൾ ആകുന്നു, എത്രത്തോളം ഇവൻ സ്റ്റേബിൾ ആകുന്നു, അത്രത്തോളം ഇവൻ അസിഡിക് ആവും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. എത്രത്തോളം കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ ആകുന്നു അത്രത്തോളം അത് അസിഡിക് ആയിട്ട് മാറും. നിങ്ങൾ നോക്കിക്കോ, അതായത് ഇപ്പോ ആൽക്കഹോൾ ROH, ആസിഡ് RC ഡബിൾ ബോണ്ട് OH. ഇവൻ H+ വിട്ടുകൊടുത്തു കഴിഞ്ഞാല് RO- ആണ്. ഇവൻ H+ വിട്ടുകൊടുത്തു കഴിഞ്ഞാല് RC ഡബിൾ ബോണ്ട് O- ആണ്. അപ്പോ ഇവൻ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ദിസ് ഈസ് മോർ അസിഡിക്. കാരണം ഇവിടെ ഇലക്ട്രോണ പുള്ളിയാണ്. ആ സമയം ഇവിടെ റെസൊണൻസ് വഴിക്ക് -m ഇഫക്റ്റ് വഴിക്ക് അതിനെ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാം. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. ഓക്കെ, ഇനി എന്താണ്? എന്തുകൊണ്ടാണ് B മോർ സ്റ്റേബിൾ ആവാൻ കാരണം? എക്കാളും അല്ലെങ്കിൽ CAക്കാളും. അപ്പൊ എന്താ സംഭവിക്കണേ? ഇവിടെ റെസൊണൻസ് ഉണ്ട്, ക്രോസ് റെസൊണൻസ് ആണ് രണ്ട് സ്ഥലത്തും, നല്ല റെസൊണൻസ് ഉണ്ട്, ക്രോസ് കോൺജുഗേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരെണ്ണം കാണിക്കാം. ഇങ്ങനെ റെസൊണൻസ് വന്നു അല്ലെ. അപ്പൊ അങ്ങനെ റെസൊണൻസ് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയേ 6 മെമ്പേർഡിൽ നിൽക്കുന്ന അവസ്ഥ നോക്കിയോളൂ കേട്ടാ. 6 മെമ്പേർഡ്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ O-. 5 മെമ്പേർഡ്, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ O-. then ഡബിൾ ബോണ്ട് O-. ഇങ്ങനെയാണ് വന്നിക്കണത്. അതായത് അപ്പുറത്തേക്കും റെസൊണൻസ്, ഞാൻ പറഞ്ഞ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. then എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോ അത് നമ്മൾ GOCയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. അതായത് സൈക്ലിക് സ്ട്രക്ചറിനായിരിക്കും അസൈക്ലിക് സ്ട്രക്ചറിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതൽ ആ റെസൊണൻസ് ഫോമിന്. അത് എന്തുകൊണ്ടായിരിക്കും അറിയോ? അതായത് ആദ്യത്തെ പോയിന്റ് അതാണ്, അതായത് A or B is greater than C. ഇതാണ് നമ്മൾ ആദ്യം സോർട്ട് ചെയ്യുക, ഫസ്റ്റ് സോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും പറയാൻ പറ്റും എന്തുകൊണ്ടാണ് Aയും Bയും CAക്കാളും മോർ സ്റ്റേബിൾ ആവാൻ കാരണം? കോൺജുഗേറ്റ് ബേസ്.
ബാക്കിലോട്ട് ചിന്തിക്കൂ. ഓർഗാനിക് എപ്പോഴും വൈ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കൂ. വൈ അവിടെ നടക്കുന്ന പ്രതിഭാസം എന്താ? ബാക്കിലോട്ട് പോ. എന്താ പ്രതിഭാസം? What is the phenomenon taking place after the removal of H plus? അതിന്റെ പേരെന്താ? എന്താണ്? റെസൊണൻസ്. സോ റെസൊണൻസ് സ്റ്റെബിലിറ്റി എന്തുകൊണ്ടാണ് A B greater than C ആവുന്നത്? ബാക്കിലോട്ട് പോട്ടെ. ഉണ്ടോ? റെസൊണൻസ് നന്നായിട്ട് നടക്കണമെങ്കിൽ എന്തായിരിക്കണം? പ്ലാനാർ ആവണ്ടേ? വേണ്ടേ? റെസൊണൻസ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ആ സിസ്റ്റം പ്ലാനാർ ആവണ്ടേ? പ്ലാനാർ ഫോമിലോട്ടാണ് പോകുന്നതെങ്കിൽ റെസൊണൻസ് സ്മൂത്ത് ആവില്ലല്ലോ. ആവോ? ഇല്ല. അതുകൊണ്ടാണ് സൈക്ലിക് സ്ട്രക്ചറിന് ആ പ്ലാനാരിറ്റി കൂടുതൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അസൈക്ലിക്കിനേക്കാളും. അപ്പൊ അതുകൊണ്ടാണ് സൈക്ലിക് സ്ട്രക്ചർ മോർ സ്റ്റേബിൾ ആവുന്നത്. ഇനി എന്തുകൊണ്ടാണ് 5 മെമ്പേർഡ് 6 മെമ്പേർഡിനെ കടത്തി വെട്ടിയത്? റിങ്ങിന്റെ സൈസ് ചെറുതാവും തോറും കൂടുതൽ എങ്ങോട്ടെത്തും? ഓക്കെ പ്ലാനാരിറ്റിയിലോട്ട് എത്തും. ഇതിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യമാണ്, വിച്ച് ഈസ് മോർ സ്റ്റേബിൾ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? വിച്ച് ഈസ് മോർ സ്റ്റേബിൾ? എ ആണോ ബി ആണോ? എന്തുകൊണ്ടാണ് മോർ സ്റ്റേബിൾ ആയത്? രണ്ടും അരോമാറ്റിക് അല്ലേ? രണ്ടും അരോമാറ്റിക് ആണ്. എയും അരോമാറ്റിക് ആണ്, ബിയും അരോമാറ്റിക്. എയുടെ സൈസ് ചെറുതായതുകൊണ്ട് ശരിയാ, പോന്നോട്ടെ. ചെറുതായതുകൊണ്ട് പെട്ടെന്ന് പ്ലാനാരിറ്റിയിലോട്ട് അവൻ വരും അല്ലേ? അതല്ല സംഭവിക്കുന്നത്. പ്ലാനാരിറ്റി പെട്ടെന്ന് അച്ചീവ് ചെയ്യും, പെട്ടെന്ന് കൂടുതൽ പ്ലാനാർ ആയിരിക്കും സൈസ് ചെറുതായതുകൊണ്ട്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത എന്താണെന്ന് പറയുക, ഗ്രേറ്റർ കുട്ടികൾ എന്ത് ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീലോക്കലൈസ്ഡ് സ്ട്രക്ചർ എത്രത്തോളം കൂടുന്നു അത്രത്തോളം സ്റ്റെബിലിറ്റി കൂടുമെന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കും. അത് തെറ്റാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഇത് ചെയ്യേണ്ട കാര്യമില്ല. അത് കുറെ നമ്മളെ തെറ്റിലോട്ട് വരുത്തും കേട്ടോ. ഇപ്പോ അതിനോട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, വിച്ച് ഈസ് മോർ സ്റ്റേബിൾ? ബെൻസീൻ ആണോ നാഫ്തലീൻ ആണോ? ഏത് സ്റ്റേബിള്? ഇതൊക്കെ ജിയോസിയിൽ വരുന്നതാണ് കേട്ടോ. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, അരോമാറ്റിസിറ്റി, ഞാൻ പറഞ്ഞതൊക്കെ കണക്റ്റഡ് ആണ്. ഏത് സ്റ്റേബിള്? ബെൻസീൻ ആണ് സ്റ്റേബിള് അല്ലെ? ബെൻസീൻ ആണ് സ്റ്റേബിള്. ഓക്കെ, കാരണം ബെൻസീൻ, അപ്പൊ നമ്മൾ ഡീലോക്കലൈസ്ഡ് സ്ട്രക്ചർ നോക്കുമ്പോൾ നാഫ്തലീന് 3 എണ്ണം, ബെൻസീന് 2 എണ്ണം ഉണ്ട്. പക്ഷെ അത് നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ബെൻസീൻ ആണ് സ്റ്റേബിൾ. സിംഗിൾ റിംഗ് റെസൊണൻസ് എനർജി കൂടുതൽ ബെൻസീൻ ആണ്. മറ്റോടത്ത് റെസൊണൻസ് ഷെയറിംഗ് ആണ്, പക്ഷെ ഇവിടെ റെസൊണൻസ് ഷെയറിംഗ് അല്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞതാണ് നമ്മൾ ഓർഗാനിക്കിന്റെ. അപ്പൊ നമുക്ക് ഹാഫ് നോളേജ്, ഒരിക്കലും ഹാഫ് നോളേജ് വെച്ച് ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യരുത്. തെറ്റുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിലാണ് ഞാൻ കൊണ്ടുപോവുക കുട്ടികളെ. ട്രെയിൻ ചെയ്തിട്ട് നിങ്ങളെയും അങ്ങനെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോ നമ്മള് ഇനി എന്താ പറയാ, കണ്ടുമുട്ടാം കേട്ടുമുട്ടാം എന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നതാണ് കേട്ടോ ഓർഗാനിക്കിന്റെ. നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ ആദ്യമേ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യും. നമ്മൾ അതിന്റെ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് പിന്നെ നമ്മൾ അതിന്റെ എത്ര അഡ്വാൻസ്ഡ് ലെവലിൽ പോയാലും നമുക്ക് വളരെ ഈസി ആയിരിക്കും ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ ബേസിക്സ് നല്ല സ്ട്രെങ്തൻ ചെയ്ത് നമ്മൾ
കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ ഞങ്ങള് നമ്മുടെ ആപ്പില് ഇതേപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ ഇപ്പൊ HSST നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം നിങ്ങൾ നോക്കിക്കുക PSC ഇപ്പോഴത്തെ പാറ്റേൺ ടോട്ടലി അവർ മാറ്റിയിട്ടുണ്ട് പാറ്റേൺ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതലും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IIT-യുടെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാം. അതേപോലെ എന്താ പറയാ യൂണിവേഴ്സിറ്റി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂണിവേഴ്സിറ്റീസ് ഇറക്കുന്നത് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇറക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. അതേപോലെ ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ ഇനിയുള്ള എക്സാമിനേഷന് വിത്ത് ടൈം മിനിമം ടൈമിൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ. സോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ മിഥുൻ സാർ അവിടെ ഉണ്ടോ? മിഥുൻ സാറിന് ഒരു 5 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഒന്ന് ഗുഡ് ഈവനിങ് ഓൾ. താങ്ക് യു സാർ. ഇപ്പൊ ഇന്ന് നമ്മുടെ ഡെമോ ക്ലാസ്സസ് അവസാനിക്കുകയാണ്. ജസ്റ്റ് കൈൻഡ് ഓഫ് വാലറ്ററി സിറ്റുവേഷൻ. അപ്പൊ നമ്മുടെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ പറഞ്ഞു തരാം. അതായത് നമ്മൾ നാളെ മോർണിംഗോട് കൂടിയിട്ട് നമ്മളൊരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഫോർമേഷൻ ആവും. അഡ്മിഷൻ ഫോം ഫിൽ ചെയ്ത അറിയാലോ നിങ്ങൾക്ക്. അഡ്മിഷൻ ഫോം ഫിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഇൻട്രസ്റ്റ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്മിഷൻ ഫോം ഫിൽ ചെയ്താൽ നിങ്ങൾ അടുത്ത HSST വരെ നമ്മുടെ ജേർണിയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ മാനസികമായിട്ട് റെഡിയാണെന്ന് അർത്ഥം. അപ്പം അങ്ങനെയുള്ളവർ മാത്രം നമ്മളൊരു പുതിയ ഗ്രൂപ്പ് അറിയാലോ നിങ്ങൾക്ക്. 62 ഗ്രൂപ്പ് മെമ്പേഴ്സ് ആൻഡ് 20 സ്ട്രെങ്ത്. പ്രാക്ടിക്കലി നമുക്ക് വയബിൾ അല്ല അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 60 ആളും ക്ലാസ്സിലിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡെമോ ക്ലാസ്സിന്റെ എണ്ണം കൂടി തന്നെ. പക്ഷെ ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ആൾ 25 ആൾ അറ്റൻഡ് ചെയ്യുന്നവർ റെഗുലർ ആയിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ളവർ എന്തിനാണ് പിന്നെ നമ്മൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഞങ്ങൾ ശരിക്കും നിയർലി 10 ഡെമോ ക്ലാസ്സസ് എന്ന രീതിയിൽ ആലോചിച്ചതാണ് ആദ്യം. പിന്നെ തോന്നി വൈ വി വേസ്റ്റ് ടൈം, എന്തിനാ നേരെ ക്ലാസ്സിലേക്ക് കയറിക്കൂടെ, നമ്മൾ എന്തിനാണ് HSSTക്ക് കിട്ടാവുന്ന നമ്മുടെ അഡ്വാൻറ്റേജ് കളയുന്നു. അപ്പം നാളെ മോർണിംഗ് നമ്മൾ പുതിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫോർമേഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് വരും. നമ്മുടെ ആപ്പ് അപ്ഡേറ്റിന് വേണ്ടി ഒരു ഡാറ്റ കളക്ഷൻ ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ HSST ബാച്ചിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൽ ആഡ് ചെയ്യും. iOS വേർഷൻ ആൻഡ്രോയിഡ് വേർഷൻ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അത് ചെയ്യാൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാം. ദെൻ പ്രോപ്പറായിട്ട് നിങ്ങളെ ബാച്ചിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നാളെ മുതലുള്ള നമ്മുടെ ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് നമ്മൾ ത്രൂ ആപ്പ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഓപ്പൺ യൂട്യൂബ് ചാനലാണ് അത് കിടക്കുന്നത്. ഇന്നത്തെ ഇപ്പൊ ഹാരിസ് സാറിന്റെ ക്ലാസ് വീണ്ടും നാളെ കൂടെ അവൈലബിൾ ആവും. ഇൻ ദ സെൻസ് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആവും. ബട്ട് ആഫ്റ്റർ ദാറ്റ് നാളത്തെ അങ്കിത ടീച്ചറിന്റെ ക്ലാസ് മുതൽ നമ്മുടെ ഡേ 1 ആണ്. അത് നമ്മൾ ഇനി ആപ്പിൽ കൂടെ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം കണ്ടിന്യൂ ചെയ്യാൻ ഓൾറെഡി ഡെമോ ക്ലാസ്സസിന്റെ ഒക്കെ റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ഹാവ് കെം ടു എ കൺക്ലൂഷൻ. ജോയിൻ ചെയ്യണോ വേണ്ടെന്ന് ഡിസിഷൻ ആയിട്ടുണ്ടാവും. ദെൻ if you could finish the admission procedure by the application form, then that would be great. Fee pay ചെയ്യാൻ ഈ മന്ത് 31st വരെ നമുക്ക് സമയമുണ്ട്. plenty of time. അഡ്മിഷൻ ഫോം ഫിൽ ചെയ്തവർക്ക് മാത്രമേ ഫീ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയക്കുള്ളൂ. then take your time in completing it. then എല്ലാവരും ജനറൽ സജഷൻ ഇതാണ്, റെക്കോർഡഡ് ക്ലാസ് ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ക്ലാസ് മിസ്സാവാൻ സാധ്യതയുണ്ട് പലപ്പോഴും, നിങ്ങളൊക്കെ ഫാമിലി ഉള്ളവരായ കാരണം. ബട്ട് ഇൻഫോം us when you are taking leave. ആൻഡ് നെക്സ്റ്റ് ഡേ റെക്കോർഡഡ് ക്ലാസ് കണ്ട് നമ്മൾ അപ് ടു ഡേറ്റ് ആവുക. ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണ് HSST ആസ്പിരൻസ്. ദെൻ വി ഹാവ് ടു ബി എ റോൾ മോഡൽ ഫോർ അവർ സെൽഫ്. കുട്ടികളോട് നന്നായി പഠിക്കുമെന്ന് നമ്മൾ ഉപദേശിക്കണമെങ്കിൽ നമ്മളത് ചെയ്തിട്ടുണ്ടാവണം ആദ്യം. അപ്പം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ്. വി വിൽ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റാഫ്, ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അതൊക്കെ നമ്മൾ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പ്ലേസ് ചെയ്ത് ടൈം മാനേജ് ചെയ്താൽ മാത്രമേ ഈ ഒരു കുഞ്ഞു ടൈം മാനേജ്മെന്റ് തന്നെ നമുക്ക് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഉപകാരപ്പെടും. ഏത് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ സമയമെടുക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യണോ, ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം വായിക്കണം. ഈ ഒരു ടാക്ടിക്സ് മുഴുവൻ നമുക്ക് കിട്ടുന്നത് നമ്മുടെ എഫേർട്ട് എടുത്തിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റുകളാണ്. നമ്മൾ പറയില്ല, ആദ്യം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ എല്ലാ പോയിന്റ്സും ഗിയറും ക്ലച്ചൊക്കെ നോക്കി ചവിട്ടും. പക്ഷെ അത് ഒന്ന് ട്രെയിൻഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നേരവും കാര്യമൊന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം എവിടെ എന്തൊക്കെയാ വരാൻ പോകുന്നത്. യു ഷുഡ് ട്രെയിൻ യുവർ സെൽഫ് ലൈക്ക് ദാറ്റ്. ഓക്കെ. So we formally welcome all of you to the CSpark family. Along with, we are being very thankful for those who have shown their interest in our demo class. It will be a really very inspiring moment of us. നമ്മുടെ ഗ്രൂപ്പിൽ 60-62 പേരോളം ജോയിൻ ചെയ്യുന്നത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. വെദർ ദേ ടേക്ക് അഡ്മിഷൻ ഓർ നോട്ട്, ദാറ്റ്സ് ഇമ്മറ്റീരിയൽ. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അക്കാഡമി ഹാവ് നോ ഇൻട്രസ്റ്റ് ടു പുഷ് യു ഇൻ ടു ദ ഗ്രൂപ്പ്. നിങ്ങൾ ആരെയും ഒരു പോയിന്റിലും വിളിച്ച് സംസാരിച്ച് ട്രാപ്പിലാക്കി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് എ വെരി ലോങ് ജേർണി.
അത് ബോറടിക്കാണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പരസ്യവാചകങ്ങൾ കാണിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. സോ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് അറ്റ് ദ ഏർലിയസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൺവീനിയന്റ് ആയിരിക്കും കുറച്ചും കൂടി കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. ദെൻ നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഫോർ എക്സാമ്പിൾ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് ജനറൽ ആയിട്ട് പറയാനുള്ളത്. സോ അടുത്ത ക്ലാസ്സിന്റെ ഇൻസ്ട്രക്ഷൻ നാളെ നമ്മുടെ പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും അവൈലബിൾ ആവുക. നാളെ ഈവനിങ് 7:30-ക്കാണ് ക്ലാസ്. ഏകദേശം ഒരു 7:25 കൂടിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് പ്രതീക്ഷിക്കാം. സോ വിഷ് യു ഓൾ എ വെരി prosperous year ahead. And of course, I will call each of you and I personally need to know the feedbacks of our class. അഡ്മിഷൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും കോൾ ഉണ്ടാവും. എനിക്ക് നേരിട്ട് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട്. കാരണം വേറൊന്നും ഇതിൽ വളരെ ഒരു ഹാർഡ്ലി 20% മാത്രമാണ് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാത്തവർ പലരും ഹാരിസ് സാറിന്റെ കോൺടാക്റ്റിലും നേരിട്ട് ഗ്രൂപ്പിലേക്ക് വന്നവരൊക്കെയാണ്. ബട്ട് ഐ പേഴ്സണലി വാണ്ട് യു ടു നോ ഹൗ യു ഫെൽറ്റ് അബൌട്ട് ദ ക്ലാസ് ആൻഡ് if you have any suggestions for betterment, we will definitely consider all these. നിങ്ങൾക്ക് ഒരു ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജി പുതിയത് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യും. ബിക്കോസ് നമ്മൾ അത്രയും ഇന്നോവേറ്റീവ് ആണ് ഓരോ പോയിന്റ്. വി ആർ ഇംപ്രൂവിംഗ് ഡേ ബൈ ഡേ. വി ആർ വെരി മച്ച് പ്രൗഡ് ഓഫ് ദാറ്റ്. ഓക്കെ, സോ വിഷ് യു ഓൾ ഹാവിംഗ് എ വെരി best wishes for your future endeavors and thank you very much and have a good night. Thank you. ഓക്കെ, ആർക്കെങ്കിലും ചോദിക്കാനൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, സോ താങ്ക് യു, ഗുഡ് നൈറ്റ്. അമീന ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഹാൻഡ് റൈസ് ഇട്ടുണ്ടായിരുന്നു, ചോദിച്ചത് ഇല്ല അല്ലേ? ഓക്കെ, ഇല്ല. ഓക്കെ, ഫൈൻ, താങ്ക് യു.